തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ നല്ല നിലയിൽ തന്നെ ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ന് കാലത്ത് മുതൽ മഴ മത്സരിച്ച് തന്നെ പെയ്യുകയുമായിരുന്നു. പക്ഷെ അത്തരമൊരു ദിവസമായിട്ടും ഇന്നത്തെ സായാഹ്നം ഇതുപോലൊരു സദസ്സ് ഒരുക്കാൻ കഴിഞ്ഞത് LDFിൻ്റെ പ്രത്യേകതയായിട്ട് തന്നെയാണ് കാണുന്നത്. ഇവിടെ നിറഞ്ഞ വേദിയാണ്. നമ്മുടെ കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥികളെല്ലാമുണ്ട്. LDFിൻ്റെ പ്രമുഖരായ നേതാക്കൾ അണിനിരന്നിട്ടുമുണ്ട്. ഗോവിന്ദൻ മാസ്റ്ററുടെ പ്രസംഗം കഴിഞ്ഞു. നമ്മുടെ നാടിൻ്റെ മാറ്റം ഏത് തരത്തിലുള്ളതാണ് എന്നത് അദ്ദേഹം കൃത്യമായി വരച്ചു കാട്ടുകയുണ്ടായി. വളരെ വിശദമായ ഒരു ഉദ്ഘാടന പ്രസംഗത്തിലേക്ക് കടക്കാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വന്നാൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിച്ചതേ ഉള്ളൂവെങ്കിലും നിങ്ങൾക്കെല്ലാവർക്കും ഈ യോഗം കഴിഞ്ഞ് നിശ്ചയിച്ച പരിപാടികളുണ്ടാവും. മാത്രമല്ല അതിനു മുൻപായി നമ്മുടെ വേദിയിലുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ സംസാരിക്കേണ്ടതായിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ സംഭവിച്ച മാറ്റങ്ങളെക്കുറിച്ച് വിശദമായി ഇപ്പോൾ കടക്കുന്നില്ല. എന്നാൽ ഒരു കാര്യം നാം എല്ലാം കാണേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഗോവിന്ദൻ മാഷ് ഇവിടെ പറഞ്ഞ രീതിയിലുള്ള അതിദാരിദ്ര്യമുക്ത കേരളം എന്ന നില അടക്കം നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞത് പ്രധാന കാരണം 2021 ജനങ്ങൾ LDFിന് തുടർഭരണം സമ്മാനിച്ചു എന്നതാണ്. സാധാരണ സംഭവിക്കാറുള്ളത് LDFിൻ്റെ ഘട്ടത്തിൽ നല്ല രീതിയിലുള്ള വികാസം വിവിധ മേഖലകളിൽ നമ്മുടെ നാട്ടിലുണ്ടാകാറുണ്ട്. പക്ഷേ തൊട്ടു പിന്നാലെ കേരളത്തിൻ്റെ കുറേ കാലത്തെ പതിവനുസരിച്ച് വരുന്ന UDF സർക്കാർ അവിടുന്ന് പുരോഗതിയിലേക്കല്ല, നാടിനെ അധോഗതിയിലേക്കാണ് നയിച്ചിരുന്നത്. 2006 മുതൽ 2011 വരെ ഇവിടെ LDF സർക്കാരായിരുന്നല്ലോ. എല്ലാ മേഖലയിലും നല്ല പുരോഗതി ഉണ്ടാക്കിയതാണ്. പക്ഷേ 2011-16 കാലം UDFിൻ്റെ കാലം പുരോഗതി നേടിയ എല്ലാ മേഖലകളും പുറകോട്ട് പോയി. കേരളത്തിൻ്റെ അഭിമാന സ്തംഭങ്ങളായ മേഖലകളടക്കം അതിദയനീയ പതനത്തിലായി. പിന്നീട് വരുന്ന ഗവൺമെൻറ്റിന് ഈ തകർന്ന ഭാഗം നികത്തിയെടുക്കലാണ് ആദ്യത്തെ പണി.